ടോട്ടൽ മൊത്തം 12,15,771 രൂപയാവും ഈ ഒരു ഇഞ്ചക്ഷൻ 6 കംപ്ലീറ്റ് ചെയ്യുന്നതിന്. അതിനുശേഷമാണ് ഇവരുടെ ഈ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു മരുന്നിന്റെ വില ഇത്രയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബാധിക്കുന്നവരോട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേ പറയും ഞാൻ അവളെ വെള്ള പൂശാണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഈ ഒരു മരുന്നിന് ഇത്രയും വില ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കുക. അന്നേരം പ്രോപ്പർ ആയിട്ടുള്ള അന്വേഷണം നടക്കുമെന്നേ. അല്ലാതെ നിങ്ങൾ ഇവർക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയുന്ന ആളുകൾ, അതാണ് ഈ മരുന്നിന് ഇത്ര വില ഇല്ല എന്ന് പറയുന്ന ആളുകളും ആദ്യം ചെയ്യേണ്ടത് അത് പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നിങ്ങൾ അവിടെ ചെന്നൊരു കംപ്ലൈന്റ് കൊടുക്കുക. കംപ്ലൈന്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് അന്വേഷണം ഉണ്ടാവും. അന്വേഷണം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവർ പറയുന്ന ഈ മെഡിസിൻ ഇത്രയും തുകയില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ വ്യാജരേഖ ചമച്ചു എന്ന കുറ്റത്തിന് മിനിമം 7 വർഷം ഇവർ പോയി ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. അതുകൂടാതെ നല്ലൊരു തുക പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടി വരും. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സത്യം പറഞ്ഞാൽ വേറെ വീഡിയോ ഒന്നും ചെയ്യണ്ട എന്ന് കരുതിയതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ വൈകിട്ട് ഏകദേശം 12 മണിയോടുകൂടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുകയും അതിൻ്റെ എഡിറ്റിങ്ങും മറ്റ് പ്രൊസീജിയറുകളും കഴിഞ്ഞ് 2 മണിയായി കടന്നപ്പോഴത്തേക്ക് ഇന്ന് രാവിലെ ഒരു 6 മണിയായപ്പോഴത്തേക്ക് എഴുന്നേറ്റു ആ വീഡിയോ അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്തു. കാരണം മറ്റൊന്നുമല്ല, ഞാനൊരു ക്യാമ്പിലാണുള്ളത്, ഒരു പഠന ശിബിരത്തിൽ. സോ അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളിൽ നിൽക്കുന്ന കാരണം ഇന്ന് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ എനിക്ക് ഫസ്റ്റ് വന്ന ഒരു കമൻറ്റ് രേണുവിൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന മരുന്നിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാവോ എന്നായിരുന്നു. എന്തായാലും ആ ഒരു കമൻറ്റ് വന്നതിന് തൊട്ട് പിന്നാലെ ഞാൻ ആ ഒരു മരുന്നിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തപ്പി എനിക്ക് അത്യാവശ്യം കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി. എന്തായാലും ആ ഒരു മരുന്നിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ നിന്ന് ചെയ്യുകയാണ്. അതിന് മുൻപ് ഇന്നലെ രേണുവിൻ്റെ ചേച്ചി പറഞ്ഞ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന്റെ പ്രൈസ് ബില്ലും ഇതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ രേണുവിന് കീമോ കൊടുക്കുന്നത് കാർബോപ്ലാറ്റിൻ എന്ന മെഡിസിൻ ആണ്. അത് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഈ പെസ്കോ ഈ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഈ ഇഞ്ചക്ഷന്റെ കാര്യമാണ് രേണു പറഞ്ഞത് 2 ലക്ഷത്തി സംതിങ് ആണ് ഇതിന്റെ വിലയെന്ന്. ഇത് രേണുവിന് മൊത്തം പറഞ്ഞേക്കുന്നത് 6 കീമോയാണ്. 6 കീമോ കഴിയുമ്പോൾ സർജറി. ഈ 6 കീമോയ്ക്കും ഈ കീമോ ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ഇഞ്ചക്ഷനും എടുക്കുന്നുണ്ട്. ഈ ഒരു 2 ലക്ഷത്തി സംതിങ് രൂപയുടെ ഈ ഒരു മെഡിസിൻ, ഇത് വെറും ആയിട്ട് ഞാൻ ഇപ്പോഴും അതാ നിങ്ങളോട് ചോദിക്കുന്നത്, ഈ ഒരു മെഡിസിൻ ആണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? ഇതാണെങ്കിൽ ഇത് 5000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് ഞങ്ങൾക്ക് കിട്ടുന്ന സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരിക. ഈ 5000 രൂപയ്ക്ക് മെഡിസിൻ കിട്ടുമെന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷെ ക്യാൻസറിന്റെ ഓരോ സ്റ്റേജിലും യൂസ് ചെയ്യുന്ന മരുന്നുകൾക്ക് വ്യത്യാസമുണ്ട്. അതാണ് തന്നെ പലരെയും ബാധിക്കുന്ന ക്യാൻസറുകൾക്കും പലതരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇവർക്ക് ബാധിച്ചിരിക്കുന്ന ക്യാൻസർ ഒരു പക്ഷെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന തരത്തിലുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് ഈ ഹാർട്ടിന്റെ ബ്ലാഡറിൽ വരെ ഈ ക്യാൻസറിന്റെ സ്പോട്ടുകൾ കണ്ടെത്തി എന്ന് പറയുന്നത്. എന്തായാലും അത്രയും പെട്ടെന്ന് ഇത് വ്യാപിക്കുന്ന ഒന്നായിരിക്കണം. അതുകൊണ്ടായിരിക്കും ഇത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള മരുന്നുകൾ ഇവർക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് കീമോ നൽകാൻ ഉപയോഗിക്കുന്ന മെഡിസിന്റെ പേര് കാർബോപ്ലാറ്റിൻ എന്ന് പറയുന്ന മെഡിസിൻ ആണ്. ഈ പെസ്കോ എന്ന് പറയുന്നത് ഒരു ആന്റിബോഡി ഇഞ്ചക്ഷൻ ആണ്. ഈ ആന്റിബോഡി ഇഞ്ചക്ഷൻ ആണ് ഏകദേശം 2,02,628 രൂപ 50 പൈസ എന്നുള്ളത്. ഈ 6 കീമോ ചെയ്യുന്ന സമയത്തും ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കണം. ടോട്ടൽ മൊത്തം 12,15,771 രൂപയാവും ഈ ഒരു ഇഞ്ചക്ഷൻ 6 കംപ്ലീറ്റ് ചെയ്യുന്നതിന്. അതിനുശേഷമാണ് ഇവരുടെ ഈ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും ഈ ഒരു മരുന്നിന്റെ വില ഇത്രയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ബാധിക്കുന്നവരോട്, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞു കഴിയുമ്പോഴേ പറയും ഞാൻ അവളെ വെള്ള പൂശാണ്ട് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്, ഈ ഒരു മരുന്നിന് ഇത്രയും വില ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് ഒരു കംപ്ലൈന്റ് കൊടുക്കുക. അന്നേരം പ്രോപ്പർ ആയിട്ടുള്ള അന്വേഷണം നടക്കുമെന്നേ. അല്ലാതെ നിങ്ങൾ ഇവർക്ക് ക്യാൻസർ ഇല്ല എന്ന് പറയുന്ന ആളുകൾ, അതാണ് ഈ മരുന്നിന് ഇത്ര വില ഇല്ല എന്ന് പറയുന്ന ആളുകളും ആദ്യം ചെയ്യേണ്ടത് അത് പ്രൂവ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നിങ്ങൾ അവിടെ ചെന്നൊരു കംപ്ലൈന്റ് കൊടുക്കുക. കംപ്ലൈന്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്ത് അന്വേഷണം ഉണ്ടാവും. അന്വേഷണം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇവര് പറയുന്ന ഈ മെഡിസിൻ ഇത്രയും തുകയില്ല എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ വ്യാജരേഖ ചമച്ചു എന്ന കുറ്റത്തിന് മിനിമം 7 വർഷം ഇവർ പോയി ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. അതുകൂടാതെ നല്ലൊരു തുക പെനാൽറ്റി ആയിട്ട് അടക്കേണ്ടി വരും. പിന്നെ വക്കീലിന് ഫീസ് കൊടുക്കണം. കാരണം ഈ കേസ് കോടതി ചിലപ്പോൾ കോടതിയിൽ ഈ കേസ് വാദിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള എമൗണ്ട് ആവും.
ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവർക്ക് ഈ ട്രീറ്റ്മെന്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾ ആദ്യമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുക. ചെയ്ത ശേഷം മാത്രം നിങ്ങൾ വന്നിരുന്ന് പറയുക. കാരണം ഇത് കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു ടോപ്പിക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു അറ്റാക്ക് കാണുമ്പോഴത്തേക്ക് അത് അംഗീകരിച്ച് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ്. പിന്നെ ഈ ഫെസ്ഗോ എന്ന് പറയുന്ന മെഡിസിൻ ആന്റിഡോട്ട് യൂസ് ചെയ്യുന്നത് സ്ഥാനാർബുദത്തിനുള്ള ഹെറാറ്റു പോസിറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ ടാർഗറ്റഡ് തെറാപ്പി മരുന്നായ പെർജറ്റോ, ഹെർസെപ്റ്റിൻ എന്നിവ യോജിപ്പിച്ച് ഒറ്റ കുത്തിവയ്പായി നൽകുന്നതാണ് ഫെസ്ഗോ. ഇത് സ്ഥാനാർബുദ കോശങ്ങളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു മെഡിസിൻ ആണ്. ഇനിയിപ്പം പല ആളുകളും വരും, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റിന് ഇത്ര എക്സ്പെൻസ് ഇല്ല, ഞങ്ങൾ യൂസ് ചെയ്യുന്ന മെഡിസിൻ വേറെയാണ് എന്നല്ല. അതിനുള്ള ആൻസറാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്. ഈ ഒരു മെഡിസിൻ, അതായത് ക്യാൻസറിന്റെ തന്നെ വിവിധങ്ങളായിട്ടുള്ള വകഭേദങ്ങളുണ്ട്. ആ വകഭേദങ്ങൾക്ക് അനുസരിച്ചും ഓരോ ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുന്നത്. ആ ട്രീറ്റ്മെന്റ് നിശ്ചയിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന മെഡിസിൻ ആയിരിക്കില്ല ഒരുപക്ഷെ എനിക്ക് യൂസ് ചെയ്യുന്നത്, എനിക്ക് യൂസ് ചെയ്യുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെയൊക്കെ കുറേയധികം സിറ്റുവേഷൻസിലൂടെയാണ് ഈ ഓരോ പേഷ്യൻസും കടന്നു പോകുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക, അത് മാത്രമെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കുക. അല്ലാതെ ഒരാളെ ഈ പഞ്ചായത്ത് പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടിയ കണക്ക് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കടിച്ച് കീറി നശിപ്പിക്കാണ്ട് ആരും നിൽക്കരുത്. ഇതൊരു അപേക്ഷയാണ്. മനസ്സിലായോ? ചുമ്മാ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ രേണുസുതി എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ ഈ ഒരു പുണ്ണാക്ക് പിടിച്ച കണ്ണനെ ഞാൻ നിർത്താണ്ട് ഉദ്ദേശിച്ച് നിൽക്കുകയായിരുന്നു. അന്നേരം ദൈവം വന്നിരിക്കുന്നു അടുത്തൊരു വീഡിയോ. ഇനിയിപ്പോൾ ഇതിന്റെ പുറകെ പറയാണ്ട് ഇറങ്ങും, ഇത് ഇത്ര രൂപയില്ല, ഈ ബില്ല് വ്യാജമാണ്, അങ്ങനെ വ്യാജമാണ് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുക. കേസ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടക്കും. ഈ വ്യാജമാണ് എന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? ഇപ്പോൾ ഒരാൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പോയിട്ടുണ്ടല്ലോ, ഇവർക്ക് ക്യാൻസർ ഇല്ല, ഇവര് അഭിനയിക്കുന്നതാണെന്ന്. സോ അതാണ് തന്നെ അടുത്ത ആളും പോവും. ഞാൻ ഇതിനകത്ത് രേണുസുതിയുടെ ഫാമിലിയോട് ഒന്നേ പറയുന്നുള്ളൂ, ഈ കേസുകളെല്ലാം തന്നെ ആളുകൾ കൊടുക്കട്ടെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങളുടെ കയ്യിലുണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് റെക്കോർഡുകളും ബില്ലുകളും കാര്യങ്ങളും ഒക്കെ. ഇനിയിപ്പം നിങ്ങളുടെ ഇരിക്കുന്ന ഈ ട്രീറ്റ്മെന്റിന്റെ റെക്കോർഡുകൾ ആർക്കും വിശ്വാസയോഗ്യമല്ലെങ്കിൽ ഈ അന്വേഷണം നടത്തുന്ന ഏജൻസികൾ നിങ്ങളുടെ ക്യാൻസർ ടെസ്റ്റ് വീണ്ടും എടുക്കട്ടെ. അതിനകത്ത് എന്തായാലും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് എന്ന് തന്നെയല്ലേ വരത്തുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ടെസ്റ്റ് റിസൾട്ട് കൊണ്ട് നിങ്ങൾക്കെതിരെ ഈ കേസ് കൊടുത്ത ആൾക്കെതിരെ മാനനഷ്ട കേസിന് പോവുക. അതാണ് ഈ ബില്ലിന്റെ മേളിൽ ആരെങ്കിലും പരാതി കൊടുത്ത് ഒരു അന്വേഷണം വരികയാണെങ്കിൽ അന്വേഷണത്തിൽ ഈ ബില്ലിനകത്തുള്ള മരുന്നിന് ഈ എമൗണ്ട് ആണെന്ന് കണ്ടെത്തുമല്ലോ. അന്നേരം ഈ വീഡിയോ ചെയ്യുന്ന ആളുകൾക്കെതിരെയും അതേപോലെ തന്നെ ഈ ആരോപണം ഉന്നയിച്ച് പരാതി കൊടുത്ത വ്യക്തിക്കെതിരെയൊക്കെ ഡീഫർമേഷൻ അങ്ങ് കൊടുക്കുക. അതല്ലാതെ നിങ്ങൾക്ക് മുന്നേ വേറെ ഒരു നിർവാഹവുമില്ല. എന്തായാലും ഗൈസ് ബൈ, എനിക്ക് ക്യാമ്പിൽ കയറാണ്ട് സമയമായി. സോ നാളെ മുതൽ പ്രോപ്പറായിട്ട് വീഡിയോസ് വരും. ഇതിപ്പം 1-2 കമന്റുകൾ കണ്ടു, അന്നേരം ഇതിനെക്കുറിച്ചുള്ളൊരു ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ദെൻ ബൈ.